അന്ന് ഞാനൊരു ഉമ്മ വെച്ചതിന് എന്തൊക്കെ വഴക്കുണ്ടാക്കിയ ആളാണ്. അതന്ന്. ഇപ്പോ we are in love. When we are in love, we never do anything wrong. സ്നേഹത്തിന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഈ മാല ഇത് തിരിച്ചു വാങ്ങൂ. ആനി, ഞാൻ എന്തിനിത് വെറുതെ സൂക്ഷിക്കണം? ഞാനത് തിരിച്ചു വാങ്ങാനോ? പല കുറി വലിച്ചെറിഞ്ഞു കളയാൻ ആഞ്ഞതാണ്. ഞാനായിട്ട് വേണ്ടെന്ന് കരുതി. ഞാനായിട്ടാവട്ടെ എന്ന് കരുതിയോ? പറയാനുള്ള പറയാൻ ആനി എന്നെ അനുവദിക്കുന്നില്ല. ആനിയുടെ ക്ഷോഭവും വാശിയും എനിക്ക് മനസ്സിലാവും. പക്ഷേ ദിസ് ഈസ് ടു ക്രൂവൽ. തന്നതൊന്നും തിരിച്ചു വാങ്ങാൻ വേണ്ടി തന്നതല്ല ഞാൻ. വലിച്ചെറിഞ്ഞു കളയാനാണ് മനസ്സ് പറയുന്നതെങ്കിൽ ഡു ഇറ്റ്. എന്തിന് എന്നെ ഏൽപ്പിക്കുന്നു? ഇതാ, കടലിലേക്ക് വലിച്ചെറിഞ്ഞോളൂ. പിന്നീട് ഒരിക്കലും പൊന്തി വരില്ല. പല കുറി ആഞ്ഞതല്ലേ വലിച്ചെറിഞ്ഞു കളയാൻ. കളഞ്ഞോളാൻ അയാൾ പറയുകയും ചെയ്തു. പിന്നെന്തിനാ മടിക്കുന്നത്? മനസ്സ് വരുന്നില്ലല്ലേ? എങ്കിൽ ആ മനസ്സിനോട് സ്വയം ചോദിച്ചു നോക്ക്. ഈ നിമിഷം ഈ ചെയ്തത്, ഈ ചെയ്യുന്നത് ഇതാണോ ശരിയെന്ന്? എന്നേക്കുമായി എന്റെ മനസ്സ് ഞാൻ കൊട്ടിയടച്ചതാണ്. എല്ലാം ഞാൻ മറന്നു തുടങ്ങിയതാണ് കഴിഞ്ഞ 5 വർഷങ്ങൾ. വിധിയെന്ന് കരുതി എല്ലാത്തിനോടും പൊരുത്തപ്പെടുവാൻ പഠിച്ചു വന്നതാണ്. പക്ഷെ വീണ്ടും എന്റെ കൺമുമ്പിൽ ഈ കപ്പലിൽ വെച്ച് കണ്ടുമുട്ടി. ഗോവയിൽ വെച്ച് കൂടുതലെടുത്തു. ഞാൻ എന്നെ തന്നെ മറന്ന അയാളെ സ്നേഹിച്ചു. ഒരു നിമിഷം പോലും ടോമി പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. 4 ദിവസം എന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ. നോക്ക്, രാവിലെ മമ്മി വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അവിടുന്ന് പുറപ്പെടുമ്പോഴേ പറഞ്ഞേൽപ്പിച്ച കാര്യമാണ്. ഡാഡി 14th ബോംബെയിൽ വരും. സീറോ ഹോട്ടലായിരിക്കും താമസം. ചെന്ന് കാണണം. മൂപ്പിൽ 15th ഫ്ലൈറ്റിൽ കൽക്കട്ടയ്ക്ക് പോകും. അവിടെ നിന്ന് ഡൽഹി വഴി ബാക്ക് ടു ഫ്രാങ്ക്ഫർട്ട് അഗെയിൻ. നാളത്തെ ഫ്ലൈറ്റിന് പോകാമെന്നാണ് കരുതിയത്. പക്ഷെ സീസൺ ആയതുകൊണ്ട് നോ ചാൻസ്. ഇനിയിപ്പോ ബൈ റോഡ് മാത്രമേ വഴിയുള്ളൂ. ബൈക്കിൽ കത്തിച്ചൊരു വിടൽ. സന്ധ്യയ്ക്ക് മുമ്പ് പുറപ്പെട്ട ക്ലീൻ. കറക്റ്റ് ടൈമിന് മൂവീസിന്റെ മുന്നിൽ ഹാജർ. അങ്ങനെ ഇപ്പൊ പോണ്ട. ചേടാ, ചുമ്മാ കളിതമാശ പറയല്ലേ. സായിപ്പിന്റെ ചിട്ടയെ കാരണവർക്ക് ഞാൻ വിടൂല്ല. ഇതാണ് അതിലും വലുത്. ആനി എന്റെ സ്വന്തം തന്തപ്പടിയെ കാണാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേറൊരു തോന്നിയാസനല്ല. വേണ്ട, ഞാൻ വിടൂല്ല, ഞാൻ വിടൂല്ല. അപ്പോ ഞങ്ങൾ ബോംബെ പോയി ശറയെ തിരിച്ചു വരാം. ഓക്കെ? പക്ഷെ ആനിയാണ് കയറി ഉറക്കുന്നത്. ചൊട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല. ചുമ്മാ ഒന്ന് കാണാനോ കുശലം പറയാനോ ആണ് ബന്ധപ്പെടുത്ത് പോകുന്നതെങ്കിൽ പോട്ടെ, വേണ്ടാന്ന് വെക്കാം. ടോമി അവരെ പല കമ്പനികളിലും പാർട്ട്ണറാണ്. അതിന്റെ പല കടലാസുകളും ഒപ്പിടാനുണ്ടാവും. ലിസ ആനിയെ പറഞ്ഞു ഒന്നും സമ്മതിക്കില്ല. ആനി സമ്മതിക്കാതെ ടോമി പോകില്ല. ശരി, ഡാഡിയെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും വൈകരുത്. ഉടനെ മടങ്ങണം. ആ നിമിഷം ഞാൻ അവിടുന്ന് പറക്കില്ലേ? ആനിയുടെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ട് 4-5 വർഷത്തെ വനവാസത്തിന് പോവാണെന്ന് തോന്നുമല്ലോ. ഷെടാ, കമാ, എവിടെ നോക്കട്ടെ. ചിരിക്കൂ, ചിരിക്കൂ. ആഫ്റ്റർ 4 days ഇതേ നേരത്ത് സൂര്യൻ അസ്തമിക്കുമെങ്കിൽ അതിനു മുമ്പ് ഞാനിവിടെ ഉണ്ടാവും, ഇതേ സ്ഥലത്ത്. എന്നെ വിശ്വസിക്കൂ പെണ്ണെ.
ഞാനീ പറഞ്ഞ വാക്കാണ്. പ്രോമിസ്. സൺസെറ്റിന് മുമ്പ് ഇവിടെ വെയിറ്റ് ഫോർ മീ. നാല് ദിവസങ്ങൾ എങ്ങനെ നീക്കിയെന്ന് എനിക്കറിയില്ല. വൈകുന്നേരമാവാൻ ധൃതിയായിരുന്നു എനിക്ക്. ഞാൻ കാത്തുനിന്നു ഇമ്മയെടുക്കാതെ. അന്ന് സൂര്യൻ അസ്തമിക്കുമെങ്കിൽ അതിനു മുമ്പ് എത്തിയിരിക്കുമെന്ന് പറഞ്ഞുപോയ ടോമി സൂര്യൻ അസ്തമിച്ചു. ഇരുട്ടായി. എന്നിട്ടും ടോമി വന്നില്ല. ഞാൻ കാത്തുനിന്നു. വൈകിയെങ്കിലും വരുമെന്ന് കരുതി. ഒന്നല്ല, പല ദിവസങ്ങൾ. പക്ഷെ ടോമി ഒരിക്കലും തിരിച്ചു വന്നില്ല. ഇനിയും ഇവിടെ വെയിറ്റ് ചെയ്യണോ? ദേവേർച്ചി, അവര് പറഞ്ഞ വാക്കുകളും കാണിച്ച സ്നേഹവും ഒക്കെ കള്ളമായിരുന്നു. അവര് വിശ്വസിച്ച് നമ്മളെ ഇനിയും ആ റാസ്കൽസിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ വൺലി വി വിൽ ബി ഫൂൾ. വേണ്ട, മറന്നു കളയത്. ലെറ്റ് ദം ഗോ ടു ഹെൽ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ചീത്ത സ്വപ്നം ഇടയ്ക്കെപ്പോഴോ അങ്ങനെ ഒന്ന് കണ്ടുപോയെന്ന് മാത്രം കരുതിയേ മതി. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചീത്ത സ്വപ്നം. അങ്ങനെ കരുതി സമാധാനിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് മടങ്ങിയത്. കഴിഞ്ഞത് വീണ്ടും തികട്ടി ഓർമ്മിപ്പിക്കാൻ തുടങ്ങിയ മനസ്സിനെ പലപ്പോഴും ശാസിച്ചു നിർത്തി. പക്ഷേ ആ സമാധാനം അധികനാൾ നീണ്ടു നിന്നില്ല. ഞാൻ ഗർഭിണിയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെയായി. ആരോടും അത് പറയാനുള്ള മനക്കരുത്ത് എനിക്കില്ലായിരുന്നു. ലിസിയോട് പോലും ഞാൻ എങ്ങനെ പറയും രാധേച്ചി? അവൾക്കുണ്ടായ ബുദ്ധിയും വിവേകവും എനിക്കില്ലാതെ പോയെന്ന് ഞാൻ എങ്ങനെ അവളുടെ മുന്നിൽ ചെന്ന് പറയും? ഞാൻ ആരോടും പറഞ്ഞില്ല. അമ്മയും ഞാനും മാത്രമായിരുന്നു വീട്ടിൽ. ജമ്മുവിൽ വെച്ചൊരു ആക്സിഡന്റിൽ അപ്പച്ചൻ മരിച്ചപ്പോ അവിടം വിട്ടു പോന്നതാണ് ഞങ്ങൾ. നാട്ടിലേക്ക് പോകാതെ എനിക്ക് വേണ്ടി എന്റെ പഠിത്തത്തിന്റെ സൗകര്യം നോക്കി കോളേജിനടുത്തൊരു വീടെടുത്ത് താമസിക്കായിരുന്നു ഞങ്ങൾ. അപ്പച്ചന്റെ മരണത്തോടെ പകുതി തളർന്ന പാവം എന്റെ അമ്മ. ഞാനായിരുന്നു പിന്നെ അമ്മയുടെ എല്ലാം. എനിക്ക് വേണ്ടി മാത്രമായിരുന്നു അമ്മ ജീവിച്ചത്. ആ അമ്മയോട് ഞാൻ എങ്ങനെ പറയും? പക്ഷേ ഇനി കൂടുതൽ ഒളിപ്പിച്ചു വെക്കാനാവില്ലെന്നായപ്പോ മറ്റു നിവൃത്തിയില്ലായിരുന്നു. എനിക്ക് അമ്മയോട് തുറന്നു പറയേണ്ടി വന്നു. കുരുത്തം കിട്ടവളെ, നിന്നെ ഞാൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ. കേറി വാ. മഴ നനയാണ്ട് കേറി വരാൻ. മഴ നനഞ്ഞ് വല്ല അസുഖം വരത്തി അതും ഞാൻ കാണണ്ടേ? പെറ്റുപോയില്ലേ? വരാൻ. കുടുംബത്തിന്റെ മാനം കെടുത്താൻ പറഞ്ഞ അസത്ത്. വാ.
എല്ലാം കാണാനും അനുഭവിക്കാനും എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? പോയി നനഞ്ഞതെല്ലാം മാറിയിട. അമ്മേ, പോകാൻ. അമ്മേ, മോളെ, എന്റെ മോളെ അമ്മ ഒരുപാട് തല്ലി, ഒരുപാട് നോവിച്ചു, വഴക്കു പറഞ്ഞു. ശാസിക്കേണ്ടത് നിന്നെയാണോ അതോ എന്നെ തന്നെയാണോ നീ അമ്മയ്ക്ക് അറിയില്ല മോളെ. അമ്മേ, എനിക്ക് നീ അല്ലാതെ വേറെ ആരുണ്ട് മോളെ? നിനക്ക് അമ്മ പാല് കുടിക്കും. നീ കുടിച്ചോ? ഇതിന്നൊരു കവള് കുടി. ദുഃഖം അന്വേഷിച്ചു വന്നവരെല്ലാം മടങ്ങിപ്പോയി. ബോംബെയിലുള്ള അമ്മയുടെ അനുജത്തി എന്റെ ആന്റി മാത്രമായി എന്റെ കൂടെ. തങ്കം ടീച്ചർ? അതെ, ഞങ്ങൾ ഒറ്റയ്ക്കായപ്പോ ഒരു കുമ്പസാര കൂട്ടിൽ നിന്നുകൊണ്ടുന്ന പോലെ ആന്റിയോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഓർത്തിട്ടെന്ത് പ്രയോജനം? ഇനി ചെയ്യാനുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ സാഹചര്യത്തിൽ നിനക്കിനി പഠിത്തം തുടരാനാവില്ല. ഇവിടെ തുടർന്ന് കഴിയുന്നതിലും കാര്യമില്ല. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ മടങ്ങിപ്പോകും? മോൾ എന്റെ കൂടെ ബോംബെയിലേക്ക് പോരെ. അവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മോള് കൂടെ വന്നാൽ എനിക്കതൊരു കൂട്ടാവും. ഒന്നും ആരും അറിയണ്ട. കരയാതിരിക്കെ, നിനക്ക് ഞാനുണ്ട്. അങ്ങനെയാണ് ഞാൻ ബോംബെയിലെത്തിയത്. രാധേച്ചിയുടെ ഫ്ലാറ്റിന്റെ നേരെ മുൻപിലുള്ള ആന്റിയുടെ ഫ്ലാറ്റിൽ. എന്റെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ട് ആന്റി എന്നെ ഉപദേശിച്ചു. ഒരു അബോർഷന് വേണ്ടി എന്നെ നിർബന്ധിച്ചു. ഞാൻ വഴങ്ങിയില്ല. അപ്പോഴേക്കും ഞാൻ എന്റെ ദുഃഖങ്ങളോട് പഴകി കഴിഞ്ഞിരുന്നു. എനിക്ക് വാശിയായിരുന്നു. ടോമി എന്നോട് കാണിച്ച വഞ്ചനയുടെ ഓർമ്മയ്ക്ക് എന്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തണമെന്ന്, ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കണമെന്ന്. ഇത്രയും നാൾ പിടിച്ചു നിന്നു രാധേച്ചി, തളരാതെ. പക്ഷേ ആ മനുഷ്യൻ വീണ്ടും അയാളുടെ മുന്നിലെത്തുമ്പോ മനസ്സിൽ കരുതി വെച്ചെല്ലാം ചോർന്നു പോകുന്നു. ഞാനാകെ ഉരുകിയില്ലാതാവും പോലെ. പക്ഷേ ഇക്കഴിഞ്ഞ 5 വർഷം ഞാൻ അനുഭവിച്ചതൊക്കെ, എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ, ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മറക്കാനോ? വയ്യ രാധേച്ചി, എനിക്കതാവില്ല. എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയണോത്രേ, വിശദീകരിക്കണോത്രേ. ഇല്ല, കഥകൾ കേൾക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്കറിയോ, മുലപ്പാലിന് പകരം കണ്ണീര് കുടിച്ച് വളർന്നവളാണ് ഞാൻ.
നമ്മുടെ ഫ്ലാറ്റ് ഇരിക്കുന്ന 14 നില കെട്ടിടമില്ലേ, ആ കോൺക്രീറ്റ് കെട്ടിടം പണിതുയർത്താൻ കല്ലും മണ്ണും ചുവന്ന പണിക്കാരുടെ കൂട്ടത്തിൽ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. വീടും നാടും ഉപേക്ഷിച്ച് സ്നേഹിച്ച പുരുഷനെ വിശ്വസിച്ച് കൂടെ ഇറങ്ങിപ്പോന്നതിന് ആ പാവം കൊടുക്കേണ്ടി വന്ന പിഴ. ആ കെട്ടിടത്തിൽ ഞാനൊരു ഫ്ലാറ്റ് സ്വന്തമാക്കിയപ്പോൾ അത് കാണാൻ അമ്മ ഉണ്ടായില്ല. ഇന്ന് ഞാൻ അറിയപ്പെട്ടവളായപ്പോൾ പണ്ട് എൻ്റെ അമ്മയെ തള്ളിപ്പറഞ്ഞ വീട്ടുകാർക്ക് എന്നെ സ്വന്തമാക്കുവാൻ എന്തൊരാവേശമാണെന്നോ. ഏത് മനസ്സിന്റെ ചുരം മാന്തി നോക്കിയാലും കാണും ദുഃഖത്തിന്റെ വടുവുണങ്ങാത്ത കുറെ മുറിവുകൾ. കടിച്ചിറക്കിയ ദുഃഖത്തിന്റെ കണക്ക് നോക്കിയാൽ ചിലപ്പോൾ എന്റെ തുലാസിലാവും കൂടുതൽ. പരിചയപ്പെട്ട നാൾ മുതൽ ഒരനുജത്തി, അങ്ങനെ നിന്നെ ഞാൻ കരുതിയിട്ടുള്ളൂ. വിഷാദപ്പെട്ടിരിക്കുന്നതും ഒറ്റയ്ക്കിരുന്ന് കരയുന്നതും കണ്ട് പലപ്പോഴും അകലെ മാറി നിന്നിട്ടേ ഉള്ളൂ ഞാൻ. ഒരു ദുഃഖത്തിന്റെ ദുരന്ത കഥ നിന്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും ഒരിക്കലും നിന്നോടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പഴയ ഓർമ്മകൾ കുത്തി ഉണർത്തരുതെന്ന് കരുതി. ഇപ്പോൾ കൂടി ആനി തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ചോദിക്കുമായിരുന്നില്ല. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ... നേരെ ഒരുപാടായി. വരൂ, കിടക്കാം. ഗുഡ് നൈറ്റ്.